സുപ്രീം കോടതിയെ ശരിയ കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് BJP അല്ലെങ്കിൽ സംഘപരിവാർ ഹാൻഡിലൊക്കെ വിളിക്കുന്നു മീഡിയ വേണം മാധ്യമമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാനും കണ്ടു, അവരുടെ ഒരു കാർഡ് കണ്ടു, സുപ്രീം കോടതിയുടെ പടം വെച്ചിട്ട് ശരിയ കോർട്ട് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാർ സംഘികൾ കളിയാക്കുന്നു, കോടതിയെ അപമാനിക്കുന്നു എന്നാണ് ഇവരുടെ പ്രചാരണം. ഞാൻ അതിന് മറുപടി പറയാം. അതിനു മുമ്പ് ഈ അടുത്തിടയ്ക്ക് രാഷ്ട്രപതിയുടെ മേൽ വരെ കടന്നു കയറി ഒരു 2 ജഡ്ജിമാർ പുറപ്പെടുവിച്ച വിധി, അതാണല്ലോ ഇപ്പോൾ ഈ ചർച്ചാ വിഷയം. അതിനകത്തെ ഒരു ഞെട്ടിക്കുന്ന കാര്യം ഞാൻ പറയാം. നമ്മുടെ രാജ്യത്ത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പാകിസ്ഥാനെ മാതൃകയാക്കണമെന്ന് പറയാറുണ്ടോ? പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു ഭൂപ്രദേശം. 1946 ജിന്ന പറഞ്ഞു ഞങ്ങൾക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം വേണം. ഹിന്ദുക്കളും മുസ്ലിമുകളും 2 രാജ്യങ്ങളാണ്, അവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം വേണം. അത് കിട്ടാൻ വേണ്ടി ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ തരത്തിൽ ഹിന്ദു കൂട്ടക്കൊല 1946 ഓഗസ്റ്റ് മാസത്തിൽ ബംഗാളിൽ ആരംഭിച്ച് വിഭജനത്തിലൂടെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത് വാങ്ങിച്ചെടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ. അതൊരു മതരാജ്യമാണ്, ജനാധിപത്യ റിപ്പബ്ലിക് അല്ല, ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. സുപ്രീം കോടതിക്ക് അറിയാം. പക്ഷേ സുപ്രീം കോടതി പറയാണ്, സുപ്രീം കോടതി പറയുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയണം, പാകിസ്ഥാനിലെ ജനാധിപത്യത്തിൻ്റെ അവസ്ഥ എന്താണ്? എക്കാലത്തും പട്ടാളം ഭരിക്കുന്നു അല്ലേ? പട്ടാള അട്ടിമറികൾ നടക്കുന്നു. ഏത് ജനാധിപത്യപരമായി അവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്ന ആഭാസത്തിൻ്റെ ഭാഗമായി ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ പോലും അവരെ നിയന്ത്രിക്കുന്ന പട്ടാളമാണ്. അതാണ് പാകിസ്ഥാനിലെ ജനാധിപത്യം, അതാണ് പാകിസ്ഥാനിലെ റിപ്പബ്ലിക്. സുപ്രീം കോടതി ഈ വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഞെട്ടിപ്പോയി. ഞാനൊരു നിയമം പഠിച്ച ഒരാളെന്നോടിൽ ആ ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചു. അതിനകത്ത് ജസ്റ്റിസ് പർദിവാല ഈ വിധിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ്റെ ആർട്ടിക്കിൾ 75, അവരുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 75, നമുക്കും ആർട്ടിക്കിളാണ്, വകുപ്പെന്ന് പറയാതെ, ഭരണഘടനാ വകുപ്പെന്നല്ല, അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ്റെ ആർട്ടിക്കിൾ 75 പ്രകാരം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ബില്ലുകളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ, ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് തീരുമാനമെടുത്തില്ലെങ്കിൽ അത് പാസ്സായതായി കണക്കാക്കും. അതുകൊണ്ട് നമുക്കും സ്വീകരിക്കാവുന്നു. എങ്ങനെയുണ്ട്? ജനാധിപത്യം മരുന്നിന് പോലുമില്ലാത്ത പാകിസ്ഥാനിലെ വ്യവസ്ഥ നമുക്ക് സ്വീകരിക്കാം, അതൊരു മാതൃകയാണ് എന്ന് ഈ വിധിന്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനിൽ അങ്ങനെയാണ്, അതുകൊണ്ട് നമുക്കും സ്വീകരിക്കാമെന്നാണ് ഈ 2 അംഗ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഈ 2 അംഗ ബെഞ്ച് പിന്നെ അമേരിക്കയിലെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അമേരിക്കയിലെ ഇലക്ഷനും അമേരിക്കയുടെ രീതിയും, അമേരിക്ക ഒരു ഫെഡറൽ സംവിധാനമാണ്, നമ്മുടെ പോലെ യൂണിയൻ സ്റ്റേറ്റ്സ് അല്ല. നമ്മൾ ഫെഡറൽ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടന ഫെഡറൽ സംവിധാനത്തിലുള്ള ഭരണഘടനയല്ല, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. രാജ്യങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് വിട്ടുപോകാൻ ഒരധികാരവും നൽകാത്ത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. സോവിയറ്റ് യൂണിയന് അധികാരം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളൊക്കെ സ്റ്റേറ്റ്സ് അല്ല, വിട്ടുപോയി വേറെ രാജ്യങ്ങളായിരുന്നു. ഇപ്പോൾ ഉക്രൈൻ പോലും സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന സ്റ്റേറ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും പാകിസ്ഥാൻ ഭരണഘടനയിൽ നിന്നും വളരെ തികച്ചും വ്യത്യസ്തമാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് ഒരു നീതിപീഠം പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനിൽ ഉള്ളത് കൊണ്ട് നമുക്ക് സ്വീകരിക്കാം എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം നമ്മൾ ഈ പശ്ചാത്തലത്തിൽ നിന്ന് ആലോചിക്കണം. അത് എത്രമാത്രം കരണീയമാണ്, നമുക്ക് ജനാധിപത്യ രാജ്യമായ നമുക്ക് ഭൂഷണമാണ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, വിഷ്ണു ശങ്കർ ജെയിൻ അഡ്വക്കേറ്റ്. വിഷ്ണു ശങ്കർ ജെയിൻ എന്ന് പറയുന്ന അഭിഭാഷകനാണ് സമ്പൽ, കാശി മധുര കേസുകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജ്ഞാൻവാപ്പി അടക്കമുള്ള കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിഭാഷകനാണ്. അദ്ദേഹമാണ് അതിന് നിയമ പോരാട്ടത്തിലൂടെ ഇപ്പോഴുള്ള ഒരവസ്ഥയിലേക്ക് അതിനെത്തിച്ചത്. അദ്ദേഹം ഇപ്പം വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ട്, എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പുതിയ വഖഫ് നിയമത്തിലും മറ്റുള്ളവരുടെ അവകാശങ്ങൾ മുസ്ലിങ്ങൾക്ക് കവർന്നെടുക്കാൻ പറ്റുന്ന വ്യവസ്ഥകളുണ്ട്, അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് വിഷ്ണു ശങ്കർ ജെയിൻ്റെ ഒരു കേസ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1995 കോൺഗ്രസ് പാസാക്കിയ നിയമത്തിലെ വ്യവസ്ഥകളും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് വലിയ തമാശ എന്താണെന്നറിയോ? ഈ 1995 കോൺഗ്രസ് പാസാക്കിയ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ച കേന്ദ്ര സർക്കാർ അമെൻഡ് ചെയ്ത വഖഫ് നിയമത്തിനെതിരെയുള്ള കേസുകൾ എത്ര വർഷമായി സുപ്രീം കോടതി കിടപ്പുണ്ടെന്നറിയാമോ? ഇതുവരെ തീർപ്പായിട്ടില്ല. അപ്പോൾ വിഷ്ണു ശങ്കർ ജെയിൻ പറയുകയാണ്, ഞങ്ങൾ ഹിന്ദുക്കളുടെ കേസ് വരുമ്പോൾ രാമജന്മഭൂമി ആവട്ടെ, സമ്പലാവട്ടെ, ജ്ഞാൻവാപി ആവട്ടെ, മധുരയാവട്ടെ, കാശി വിശ്വനാഥ ക്ഷേത്രമാവട്ടെ, ഇതിൻ്റെ കേസുകളൊക്കെ ആയിട്ട് ഞങ്ങൾ സുപ്രീം കോടതി പറയുമ്പോൾ സുപ്രീം കോടതി പറയും നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഹൈക്കോടതി പോകുമെന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ ഹൈക്കോടതി പോയി കിടക്കുകയാണ്. ഹിന്ദുക്കളുടെ കേസുകൾ
13 വർഷം വരെ സുപ്രീം കോടതിയിൽ കടന്നു. എന്നിട്ട് 13 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇത് ഹൈക്കോടതി പോയാൽ മതി. അതേസമയം മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്നാൽ അപ്പം തന്നെ കോടതി അഡ്മിറ്റ് ചെയ്യുന്നു, അപ്പം തന്നെ കോടതി ഇൻട്രീം ഓർഡർ തയ്യാറാവുന്നു. ഇതെന്ത് ന്യായം എന്നാണ് വിഷ്ണു ശങ്കർ ജെയിൻ ചോദിക്കുന്നത്. വിഷ്ണു ശങ്കർ ജെയിൻ പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ വല്ലാത്ത അവഗണനയും മുസ്ലിമുകളുടെ കേസുകളിൽ വരുമ്പോൾ വല്ലാത്ത ഒരു പരിഗണനയും മമതയും നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുന്നുണ്ട്. ഞാനിത് ഓപ്പൺ കോർട്ടിൽ കോടതി പറയാൻ പോവുകയാണെന്ന് രാജ്യത്തെ മുഴുവൻ ദേശീയ മാധ്യമങ്ങളോടും വിഷ്ണു ശങ്കർ ജെയിൻ പറയുന്നു. അപ്പോൾ ചിലർക്കെങ്കിലും മീഡിയ മണ്ണും മാധ്യമവും പറയുന്നത് പോലെ തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റുമോ? തെറ്റ് പറയാൻ പറ്റുമോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യണം. ഇത് സുപ്രീം കോടതി ആലോചിക്കേണ്ടതാണ്. സുപ്രീം കോടതി രാജ്യത്തെ 80% ഹിന്ദുക്കൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് സുപ്രീം കോടതി അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ ഒരു മെല്ലപ്പൊക്കെടുക്കുന്നു, പിടിച്ചു വെക്കുന്നു, ഇവിടെ തീരുമാനിക്കേണ്ട എന്ന് പറയുന്നു. വിഷ്ണു ശങ്കർ ജെയിൻ പറയുന്നത് നിങ്ങൾ ഹിന്ദുക്കളുടെ ഭൂമി, അമ്പലം, ക്ഷേത്രം, വിശ്വാസം, ആചാരം ഒക്കെയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഈ കേസൊക്കെ ഒരു 13 വർഷം വരെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വഖഫ് 13 വർഷം വരെ പിടിച്ചു വെക്ക്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈക്കോടതിക്ക് വിട്. അല്ലെങ്കിൽ പിടിച്ചു വെക്കണ്ട. ഇപ്പം തന്നെ ഹിന്ദു വിഷയങ്ങളെല്ലാം തീരുമാനിച്ചത് ഹൈക്കോടതിയാണെന്ന് തീരുമാനിച്ചതുപോലെ നിങ്ങളെന്നാൽ ഹൈക്കോടതികൾക്ക് വിട്. വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയെ സ്പെഷ്യലായിട്ട് അസൈൻ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും തീരുമാനിക്കാൻ എന്ന് വിഷ്ണു ശങ്കർ ജെയിൻ പറയുമ്പോൾ ഇതിൽ കുറച്ച് കാര്യമുണ്ടല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇത് വളരെ ഗുരുതരമായ അവസ്ഥയാണ്. സുപ്രീം കോടതി നമ്മുടെ നീതിപീഠം ആലോചിക്കേണ്ടതാണ്. അതിൻ്റെ നിഷ്പക്ഷത, ട്രാൻസ്പെറൻസി, സുതാര്യത ഇതൊക്കെ പതുക്കെ 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 അതിനെ ബാധിക്കുന്ന തരത്തിൽ അനുഭവങ്ങൾ ആളുകൾക്കുണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ ഏറ്റവും വലിയ പ്രതീക്ഷയറ്റവൻ്റെ അത്താണി എന്നൊക്കെയാണ് കോടതിയെ കാണുന്നത്. ആ കോടതികൾ പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ചെറിയ കുഴപ്പമുണ്ട്. നമ്മളിവിടെ ആലോചിക്കേണ്ടത് ഒന്ന്, നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ ഞാൻ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ എങ്ങനെയെന്നറിയോ? ഞാൻ ഈ ഭരണഘടന സംരക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. വ്യത്യാസമുണ്ട് ഓത്തിൽ. ഒന്ന്, നിലവിലുള്ള ഭരണഘടനയിൽ തൊട്ട് ഭരണഘടനാ വ്യവസ്ഥകൾ നടപ്പാക്കുമെന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മന്ത്രിമാരും MLA-മാരും MP-മാരും സുപ്രീം കോടതി ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ഞാൻ ഈ ഭരണഘടന സംരക്ഷിക്കുമെന്നാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെക്കുന്നത്. ഇത് വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും ഈ ഭരണഘടനയെ കണ്ണിലെ കൃഷ്ണമണി പോലെ പ്രാണവായു പോലെ സംരക്ഷിക്കുമെന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ പ്രസിഡന്റിന് നിർദ്ദേശം കൊടുക്കാൻ സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നു. രണ്ട് ജഡ്ജിമാർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 2 ജഡ്ജിമാരാണോ ഈ രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? കാരണം ഭരണഘടനാ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഭരണഘടനാ ബെഞ്ചാണ്, അല്ലേ? അതെ. സുപ്രീം കോടതി ഇന്ത്യയുടെ രാഷ്ട്രപതി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഭരണഘടന ഇന്ത്യൻ പ്രസിഡന്റിന് സമയപരിധി വെച്ചിട്ടില്ല. ഒന്നിനും സമയപരിധി വെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഭരണഘടനയിൽ ഇല്ലാത്തൊരു വ്യവസ്ഥ എങ്ങനെ 2 ജഡ്ജിമാർക്ക് നിർദ്ദേശിക്കാൻ കഴിയും? നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്ത് ഭരണഘടനാ ശില്പികൾ, രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ ശില്പികളായിട്ടുള്ള ആളുകൾ അവരിരുന്ന് ചർച്ച ചെയ്തുണ്ടാക്കിയതാണ്. അതായത് ഭരണഘടനയിൽ ഒരു കുത്തും കോമയും പോലും എവിടെ വേണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഭരണഘടനയാണ് പ്രസിഡന്റിനും ഗവർണർമാർക്കും ഒരു തീരുമാനമെടുക്കാൻ ടൈം ലിമിറ്റ് വെച്ചിട്ടില്ലാത്തത്. അപ്പോൾ ഭരണഘടനയിൽ ഇല്ലാത്തൊരു കാര്യം, ഭരണഘടനയെ സംരക്ഷിക്കാൻ മാത്രമേ നിലവിലുണ്ടാവുന്ന നിയമങ്ങൾ ഭരണഘടനാ വ്യവസ്ഥകൾക്കെതിരായണോ എന്ന് തീരുമാനിക്കാൻ മാത്രമേ ആർക്ക് അവകാശമുള്ളൂ? കോടതിക്ക് അവകാശമുള്ളൂ. കോടതിക്ക് ചില ഉത്തരവുകളിലൂടെ നിയമം ഉണ്ടാക്കാം. പക്ഷെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണ്. ഇപ്പൊ പാർലമെന്റിന് മാത്രമുള്ള ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അവകാശം സുപ്രീം കോടതി ഏറ്റെടുക്കാൻ സുപ്രീം കോടതി കഴിയുമോ? കഴിയത്തില്ല. അതാണ് ഇതിൻ്റെ ലീഗൽ സ്റ്റാറ്റസ്. ഈ വിധി 100% തെറ്റാണ് എന്ന് പറയുമ്പോൾ മറ്റൊന്നുകൂടി ഉണ്ടേ. പർദിവാല ജസ്റ്റിസ്, അദ്ദേഹത്തിൻ്റെ പിതാവ് അറിയപ്പെടുന്നൊരു കോൺഗ്രസ് നേതാവായിരുന്നു. ജസ്റ്റിസ് R. മാധവൻ
അദ്ദേഹമാണ് മറ്റൊരു ജഡ്ജി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലമൊക്കെ DMK പൊളിറ്റിക്സിൻ്റെ ആണെന്ന് പറയുന്നു. ഇനി ജഡ്ജിമാരുടെ നിയമനം എങ്ങനെയാണ്? ജഡ്ജിമാരുടെ നിയമനം കൊളീജിയം 4-5 പേര് ഇരിക്കുന്നു, അവർ കൂടി തീരുമാനിക്കുന്ന ആരെയൊക്കെ ജഡ്ജിയാക്കണം തീരുമാനിക്കുന്നത്. ഒരു ടെസ്റ്റില്ല, ഒരു ഇൻ്റർവ്യൂ ഇല്ല, ഒന്നുമില്ല. ബിരുദവും നിശ്ചിത കാലത്തെ പ്രാക്ടീസുമുള്ള ആർക്കും ജഡ്ജിമാരാവാൻ നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. ആ അനുഭവജ്ഞാനം, ആ ക്വാളിഫിക്കേഷൻ എനിക്കോ സിനുവിനോ ഉണ്ടായാൽ സിനുവിന് ജഡ്ജി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സുപ്രീം കോടതി ജഡ്ജി ചെയ്യാൻ പറ്റുമോ? ഹൈക്കോടതി ജഡ്ജി ചെയ്യാൻ പറ്റുമോ? താഴത്തെ ജഡ്ജിമാരാവാൻ ടെസ്റ്റ് എഴുതാം. പക്ഷേ സുപ്രീം കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയോ ആവാൻ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ വർഷങ്ങളായിട്ട് ഇത്ര വർഷത്തെ പ്രാക്ടീസ് പോരാ. കൊളീജിയം എന്ന് പറയുന്ന 3-4 പേരുടെ കണ്ണിൽപ്പെടണം. നിങ്ങൾ കണ്ണിൽപ്പെട്ട അവർ തീരുമാനിക്കും. അതിന് എന്തു മാനദണ്ഡമെന്ന് നമ്മൾ ആരും അറിയണ്ട. എന്നിട്ട് ഇവർ 3-4 പേർ ചേർന്നിട്ട് രാജ്യത്തെ 148 കോടി ജനങ്ങളുടെ പ്രതിനിധികളായ പാർലമെന്റ് തീരുമാനിച്ച കാര്യങ്ങൾ എടുത്ത് തൊട്ടിക്കളയും. ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ച് ഇന്ത്യയിലെ 16ഓളം നിയമസഭകൾ അംഗീകരിച്ച, പാർലമെന്റിന്റെ 2 സഭകളും അംഗീകരിച്ച നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ ഇവർ റദ്ദാക്കി. 3-4 ജഡ്ജിമാർ, 16 അസംബ്ലികൾ അംഗീകരിച്ചു, 2 രാജ്യസഭയും ലോകസഭയും അംഗീകരിച്ചു, പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് പാസ്സാക്കിയത് അംഗീകരിച്ചു. അപ്പം ജനാധിപത്യത്തിന്റെ ആളെന്ന് പറയാൻ ഈ 3-4 പേർ, എങ്ങനെയോ തെരഞ്ഞെടുക്കപ്പെട്ട 3-4 പേർക്ക് എന്താ അവകാശം? ഇനി ധൻഖർ നമ്മുടെ ഉപരാഷ്ട്രപതി ചോദിച്ചില്ലേ? ഉപരാഷ്ട്രപതി ചോദിക്കുന്നത് ഈ ആർട്ടിക്കിൾ 142 സുപ്രീം കോടതിക്ക് ഏത് വിഷയത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കാം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഒരു അനുച്ഛേദമാണ്. പക്ഷേ അതൊരു ആണവായുധം പോലെ എടുത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ പ്രയോഗിക്കാൻ പറ്റില്ല. ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിക്കുന്ന പോലെ ആർട്ടിക്കിൾ 142 പ്രയോഗിക്കുന്നു എന്നാണ് ജഗദീപ് ധൻഖർ പറഞ്ഞിരിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്. മറ്റൊന്നുകൂടെ ധൻഖർ ഇന്നലെ ചോദിച്ചു, ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ട് പിടിച്ചില്ലേ, കോടിക്കണക്കിന് രൂപയുടെ നോട്ട് കത്തിപ്പോയത്, എന്നിട്ട് എന്തായി? അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു കുറ്റം ചെയ്താൽ അയാളെ ശിക്ഷിക്കാനോ അയാൾക്ക് നടപടി എടുക്കാനോ പോലും നിങ്ങൾ സമ്മതിക്കത്തില്ല. ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ കേസെടുക്കാമെന്ന് ലോക്പാൽ പറഞ്ഞിരുന്നു, റദ്ദാക്കി സുപ്രീം കോടതി. അപ്പം ഈ സുപ്രീം കോടതി, ഹൈക്കോടതി ഇരിക്കുന്ന ജഡ്ജിമാർക്ക് എന്താ ഇത്ര ഇമ്മ്യൂണിറ്റി? അങ്ങനത്തെ ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. ഇവിടെ രാജ്യം ഭരിക്കുന്നത് ജനാധിപത്യമാണ്. അതായത് ഇവിടെ നമ്മുടെ നാട്ടിൽ ലെജിസ്ലേച്ചറിന് മുകളിൽ ചില ആളുകൾ, എക്സിക്യൂട്ടീവിന് മുകളിൽ ചില ആളുകൾ, അവരെന്ത് ചെയ്യും? അവർ വേണ്ടി വന്നാൽ ഭരണഘടനയെ പോലും മാറ്റും. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഭീകരാവസ്ഥയാണ്. ഇപ്പം കോൺഗ്രസ്സുകാരും അടക്കമുള്ളവരും മിണ്ടുന്നില്ല. അവർക്ക് കേന്ദ്ര സർക്കാരിന് ഒരു അടി കിട്ടിയെങ്കിൽ കിട്ടിയിട്ട് എന്ന് വെച്ചിരിക്കുക. അങ്ങനെ കരുതിയിട്ട് കാര്യമില്ല. ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. നാളെ ഏത് സർക്കാർ ഭരിച്ചാലും ഇത്തരം അവസ്ഥയുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ റദ്ദാക്കിയ കാലത്തെ ചീഫ് ജസ്റ്റിസ് ചെലമേശ്വർ TDP ആയിട്ട് ബന്ധമുള്ള ആളാ. NT രാമറാവുവിന്റെ പാർട്ടി ഇല്ലേ, ആ പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്ന് വന്നിരുന്നു. അപ്പൊ കാലാകാലങ്ങളിൽ ഈ ഇവരുടെയൊക്കെ പശ്ചാത്തലം കൂടെ നോക്കുമ്പോൾ, അപ്പൊ VR കൃഷ്ണയ്യർ CPM-ആയിട്ട് കേരളത്തിൽ CPM-ന്റെ മന്ത്രിയായിരുന്ന ആളാ. രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളൊക്കെ ജഡ്ജിമാരാവുന്നുണ്ട്. അതിനുശേഷം അവരുടെ വിധികളിലൊന്നും രാഷ്ട്രീയം വരാറില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില വിധികൾ വരുമ്പോൾ ആളുകൾ വേറെ ചില കാര്യങ്ങൾ സംശയിച്ചാൽ തെറ്റുപറ്റാൻ പോലും. അതോടെ ഉടഞ്ഞു പോകുന്നത് ആരുടെ വിശ്വാസ്യതയാണ്? പൊതുജനങ്ങൾക്ക് കോടതികളിലുള്ള വിശ്വാസം. അപ്പോൾ ഏറ്റവും തമാശ ഒരു ചോദ്യമുണ്ട്. 3 മാസത്തിനുള്ളിൽ രാഷ്ട്രപതിയും ഗവർണറും ബില്ലുകളിൽ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ അത് പാസ്സായതായി പ്രഖ്യാപിക്കും. ഇന്ത്യൻ കോടതികളിൽ എത്ര ലക്ഷം കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്? അപ്പോൾ നാളെ ഇങ്ങനെ വ്യാഖ്യാനിക്കാമോ? ഒരു കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്ന് 3 മാസത്തിനകം അതിൽ തീർപ്പ് വന്നില്ലെങ്കിൽ അതിൻ്റെ ഹർജിക്കാരൻ്റെ ആവശ്യം അംഗീകരിച്ചതായി പരിഗണിക്കപ്പെടുമോ? അത് പറ്റില്ല. അതിന് ഞങ്ങൾ സമയമെടുക്കും. ഞങ്ങൾ ചിലപ്പോൾ കേസ് കേൾക്കും, കേട്ടിട്ട് വിധി പറയാതെ റിട്ടയറായി പോവും. അങ്ങനെ ഒരു ജുഡീഷ്യൽ ഭീകരത നമ്മുടെ രാജ്യത്തുണ്ടാവുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇനി നമുക്ക് ആലോചിക്കാം. ആദ്യം പറഞ്ഞതുപോലെ, ഞാനറിയില്ല, നമ്മളാരും പറയുന്നില്ല, ഞാൻ കേട്ടിട്ടില്ല ആരെങ്കിലും ഷരിയ കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്ന തരത്തിൽ ആക്രമണം സുപ്രീം കോടതിക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് അപലപനീയമാണ്. നമ്മൾ അതിനോട് യോജിക്കുന്നില്ല, അത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെ ഒരു കാമ്പയിൻ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങൾ നടത്തുന്നത് ശരിയല്ല. ആളുകൾക്ക് കൂടുതൽ സംശയം ഉണ്ടാക്കാനേ സഹായിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഭരണഘടനയെ മാതൃകയാക്കണമെന്ന് പറയുന്നതും
അപലപനീയം തന്നെയാണ്. അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഏതായാലും ഞാൻ സത്യത്തിൽ ഈ 415 പേജുള്ള വിധിന്യായത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 75 കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞെട്ടിപ്പോയി. കാരണം ഇത് നമ്മുടെ പത്രങ്ങളൊന്നും ഇത് വാർത്തയാക്കത്തില്ല. അറിയണം, നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ പദവികൾ വഹിക്കുന്ന ആളുകളുടെ അവകാശം രാഷ്ട്രപതിക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 2 പേരുള്ള ജഡ്ജിക്ക്. രാഷ്ട്രപതി ഇത് അനുസരിച്ചില്ലെങ്കിൽ ഇവരെന്തു ചെയ്യും? കാരണം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. അത് നടപ്പാക്കേണ്ടത് ആരാന്നറിയോ? എക്സിക്യൂട്ടീവാണ്. നിങ്ങൾ മെക്കിട്ട് കയറി ഭരിക്കുന്ന എക്സിക്യൂട്ടീവ് നടപ്പാക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ജുഡീഷ്യറി എന്ത് ചെയ്യും? ഇത് പരസ്പരം ബഹുമാനത്തിൽ നിൽക്കുന്ന അല്ലേ? പരസ്പരം അംഗീകരിച്ച് ബഹുമാനിച്ചിട്ട് വേണം ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറി നിൽക്കാൻ. ഒരാൾ അങ്ങനെ ഏകപക്ഷീയമായി ഞങ്ങൾക്ക് തോന്നുന്നൊക്കെ പറയണം, നിങ്ങളങ്ങ് നടപ്പാക്കിയേക്കണമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്ക്. ചെയ്യാൻ സൗകര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്താൽ എന്ത് ചെയ്യും? ഇങ്ങനെ വിധി പറയുന്ന ജഡ്ജിമാരെ ഇംപീച്ച് ചെയ്യാൻ പാർലമെന്റിൽ പ്രമേയം കൊണ്ടുവന്ന് എന്ത് ചെയ്യും? അപ്പോൾ ആരോഗ്യകരമായി ഈ സിസ്റ്റങ്ങൾ തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം, ബാലൻസ് ഉണ്ടാവണം. നിർഭാഗ്യവശാൽ ചില ജഡ്ജിമാർ അവരാണ് ഈ രാജ്യത്തെ ഞങ്ങൾ 1-2 പേർ ചേർന്ന് ഈ 148 കോടി ജനങ്ങളുടെയും കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന തരത്തിലേക്ക് ജുഡീഷ്യൽ എൻതൂസിയാസം നമ്മുടെ രാജ്യത്ത് കൂടി വരുന്നുണ്ട്. അത് നിർഭാഗ്യകരമാണ്. അത് സുപ്രീം കോടതി തിരുത്തേണ്ടതാണ്. ഇപ്പം ഞാൻ കേൾക്കുന്നത് ഇപ്പോഴുള്ള ഈ 2 അംഗ വിധിയെ മറികടക്കാൻ ഒരുപക്ഷെ ഗവൺമെൻറ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചേക്കും എന്ന് കേൾക്കുന്നു. ആ ഓർഡിനൻസും ചിലപ്പോൾ ഇവർ റദ്ദാക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ അടുത്ത ചീഫ് ജസ്റ്റിസിനെ ശുപാർശ ഒഴിയുന്ന ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ പേര് കൊടുത്തിട്ട് കേന്ദ്രം പറയുക നിയമിക്കാൻ സൗകര്യമില്ല. എന്ത് ചെയ്യും? നിയമിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. ഇവർ ജഡ്ജിമാരെ തീരുമാനിച്ചിട്ട് പാലം കൊണ്ട് അയച്ചു കൊടുക്കും. കേന്ദ്രം പിടിച്ചു വെച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള KM ജോസഫിന്റെ ഉൾപ്പെടെ പിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? പിടിച്ചൊക്കെ വെച്ചാൽ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? എന്നിട്ട് അടുത്ത ഒരു ജഡ്ജി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് സുപ്രീം കോടതി അടച്ചിടാനൊന്നും പറ്റില്ലല്ലോ, പ്രവർത്തിക്കും. സീനിയർ മോസ്റ്റ് ജഡ്ജ് ആക്ടിംഗ് ചീഫായിട്ട് തുടരും. അപ്പോൾ കേന്ദ്ര സർക്കാരിനും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ നിർഭാഗ്യകരമായ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ പറയാതെ വയ്യ. കേന്ദ്ര സർക്കാരിന് ഇത്ര ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിയമത്തിന് വേണ്ടിയിട്ട് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വേണമെന്ന് ഇപ്പോഴും 3ാമത്തെ മോദി സർക്കാരിൻ്റെ കാലത്തും തോന്നുന്നില്ല എന്നതാണ്. കേന്ദ്രം എത്ര ലാഘവത്തോടെയാണ് ഇതിനെ കാണുന്നതെന്ന് പറയാതെ തരമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.